ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമില്ലാതാക്കി ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയാണ് കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയത്. ബിജെപിക്കെതിരായി രൂപം കൊണ്ട മതനിരപേക്ഷ കൂട്ടായ്മ ലോക്സഭയിലുണ്ടാക്കിയ മുന്നേറ്റം പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇല്ലാതാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് മാറണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റവും കൂട്ടായ്മയും ഇല്ലാതാക്കിയ കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ തോൽവിയായി മാത്രം ദില്ലി മാറുന്നു. ബിജെപിക്കെതിരായ വോട്ടുകളെ ഭിന്നിപ്പിച്ച് കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയായ ആം ആദ്മിയെയും പ്രതിപക്ഷത്തിരുത്തി. ഹരിയാനയിൽ ആം ആദ്മിയെ കൂടെ നിർത്താതെ അമിത ആത്മവിശ്വാസത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചതോടെയാണ് ദില്ലിയിലെ സഖ്യസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കിയത്. ഇതോടെ ലോക്സഭയിൽ ഒന്നിച്ച് മത്സരിച്ച ഇരു പാർട്ടികളും നിയമസഭാ പോരാട്ടത്തിൽ ബദ്ധശത്രുക്കളായി. ഹരിയാനയിലെ തോൽവിയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ തിളക്കം ആദ്യം തന്നെ കോൺഗ്രസ് ഇല്ലാതാക്കി. സഖ്യമുണ്ടാക്കിയ സംസ്ഥാനങ്ങളിലാകട്ടെ സീറ്റുകൾക്കായി പിടിവാശി കാണിച്ച് ബിജെപിക്ക് ജയം സമ്മാനിച്ചു. മഹാരാഷ്ട്രയിൽ സഖ്യകക്ഷികളുമായി തല്ലുപിടിച്ച് 102 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് വെറും 19 സീറ്റിൽ. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിൽ നിന്നും 29 സീറ്റുകൾ പിടിച്ചുവാങ്ങി 6 മാത്രം കരകയറി. ജാർഖണ്ഡിൽ 30 സീറ്റുകൾ പിടിച്ചുവാങ്ങിയ കോൺഗ്രസ് ജയിച്ചതാകട്ടെ പകുതിയിൽ താഴെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയാണ് ഇത്. തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ദില്ലിയിലും നിലപാട് ആവർത്തിച്ചു. അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മിയെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുഖ്യ ശത്രുവാക്കി മാറ്റി. ഇതോടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃനിരയിൽ നിന്നും കോൺഗ്രസ് ഒഴിയണമെന്ന ചർച്ച വീണ്ടും സജീവമാകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം ആം ആദ്മി പാർട്ടിയായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശത്രു. രാഹുൽ ഗാന്ധിയുടെ ശത്രു നരേന്ദ്രമോദിയല്ല, അരവിന്ദ് കെജ്രിവാളുമായിരുന്നു. അതിന്റെ പരിണിത ഫലം കൂടിയാണ് ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം. ക്യാമറമാൻ സഞ്ജയ് കശ്യപിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.